നമ്മുടെ ഡേസിയോടൊത്തുള്ള ഡേസിയുടെ ദിനചര്യകളാണ് കേട്ടോ. ഡേസിയുടെ രാവിലത്തെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കുളിച്ച് വൃത്തിയാക്കിയിട്ട് ഇതൊക്കെ വേണം, വീട്ടിലെ പണികളും ഈ ഇവിടെ മരുന്ന് വെക്കലൊക്കെ കഴിഞ്ഞിട്ട് വേണം എനിക്ക് പുറത്തേക്ക് ഇറങ്ങാം. എന്നിട്ട് നമ്മളെ ഏരിയയിൽ ഒരുപാട് കേസുകൾ എടുക്കണം. അപ്പോൾ എനിക്ക് എല്ലാ കേസുകളും ഇതിന്റെ പുറമെ തൃശ്ശൂർ, പാലക്കാട്, കോഴിക്കോട് നമ്മളെ ഈ ബോർഡറിലുള്ള ഭാഗത്ത് നിന്ന് കോളുകളൊക്കെ വരും. പരമാവധി പോയിട്ട് നമ്മൾ ചെയ്യുന്നുണ്ട്. പക്ഷെ ഈ കാര്യങ്ങളൊക്കെ ഇങ്ങനത്തെ ഇത്രയും സീരിയസ് കണ്ടീഷനൊക്കെ ആയിട്ട് വീട്ടിലുള്ള കുട്ടികളെ നോക്കാൻ നമുക്ക് ഒരുപാട് ടൈം ആവും. അവരപ്പിട്ട് മൂത്രച്ച് അതൊക്കെ ക്ലിയർ ആക്കാൻ വേണ്ടിട്ട്. അപ്പൊ ഒത്തിരി സമയം എടുക്കും. അപ്പൊ എല്ലായിടത്തും കൂടെ എനിക്ക് പറ്റാറില്ല. ഡേസിക്ക് വാങ്ങിയ ബെഡാണ് കേട്ടോ. നമ്മൾ ഡേസിക്ക് വേണ്ടി മേലിങ്ങനെ പൊട്ടും ഒരേ കെടുപ്പ് കിടന്നിട്ട്, അപ്പൊ എയർ ബെഡോ വാട്ടർ ബെഡോ വാങ്ങണ ഒരു പ്ലാന്. പക്ഷെ അതൊന്നും ഇവിടെ കിട്ടാനില്ല ഞങ്ങളുടെ ഏരിയയിൽ. അപ്പൊ ഞാനിത് വലിയ ബെഡാണ്, മടക്കി വെച്ചിട്ട് ഈ കവറിൽ വരുന്നത്. അപ്പൊ നല്ല ഒരു കുഷ്യൻ പോലെയാണ്. അപ്പൊ ഇത് മേടിച്ച് ഇന്നലെ ആ ഷീറ്റും മേടിച്ചു. അപ്പൊ ഇത് മാറി മാറി യൂസ് ചെയ്തിട്ട് അവൾക്ക് എടുക്കണം, നല്ലൊരു സുഖത്തിൽ കിടന്നോട്ടെ എന്ന് കരുതിയിട്ട് മൂത്ര വെച്ചിട്ടുണ്ട്. എന്നെ വിളിക്കുന്നവരും വിളിച്ചിട്ട് വരുന്നില്ല എന്ന് പറഞ്ഞ് പരാതി പറയുന്നവരും ഓർക്കുക, ഒരു മനുഷ്യൻ തളർന്നു കിടന്നാലും ഒരു മിണ്ടാപ്രാണി തളർന്നു കിടന്നാലും അങ്ങനെയുള്ള ഒരു അവസ്ഥയിൽ അവരെ നോക്കുന്നവർക്ക് അതിൻ്റെതായ ബുദ്ധിമുട്ടുകൾ അറിയും. അവർ അപ്പിട്ടും മൂത്രവെച്ചും അവരെ കെടുത്തിയ പായകളും ചാക്കുകളും കഴുകാനും വൃത്തിയാക്കാനും തുണികളും തുടച്ചും തീരാത്ത തുണികളും അതിന്റെ ഒരു ബുദ്ധിമുട്ടുകളാണ്. അതിൽ നമ്മളത് സന്തോഷത്തോടു കൂടി ചെയ്യുന്നു. ഡേസി കുളിച്ചു, മരുന്നൊക്കെ വെച്ചു, സുന്ദരി പെണ്ണായിട്ട് കിടക്കുക. ഡേസി എന്താ പറയാ അറിയില്ല കേട്ടോ. ഡേസി രക്ഷപ്പെടണം തന്നെയാണ് നമ്മളെ ഒക്കെ ആഗ്രഹം. ഇപ്പോൾ TVT ബാക്കിൽ വയജൻ്റെ അവിടെയൊക്കെ ഇപ്പോൾ ഓക്കെ ആയിട്ടുണ്ട്. ഓക്കെ ചിലപ്പോൾ 1-2 കൂടി ചെയ്യണ്ടാവും. പിന്നെ പുറത്ത് സ്പ്രെഡായതും ഏകദേശം റെഡി ആയി വന്നിട്ടുണ്ട്. ഒന്നുകൂടി ആ മുറിവൊക്കെ ഉണങ്ങിയിട്ട് വേണം നമുക്ക് ഇന്റേണലായിട്ടുള്ള നടക്കാനുള്ള തണ്ടലൊക്കെ എത്ര പൊട്ടിയിട്ടുണ്ടോ, കാര്യങ്ങളൊക്കെ എന്താ നടക്കാനുള്ള ഒരു ശ്രമം എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം. ഫുഡൊക്കെ ഇച്ചിരി കഴിക്കുന്നുണ്ട്, മിതമായ രീതിയിൽ കഴിക്കുന്നുണ്ട്. ആൾക്കിടയ്ക്ക് ഇളനീരൊന്ന് കൊടുന്നു കൊടുക്കണം. ഡേസി നമുക്ക് ചെയ്യാനുള്ളതൊക്കെ ചെയ്യാം അല്ലേ. ബെഡ് അവൾക്ക് നല്ല ആശ്വാസമായി, എന്തായാലും നല്ലൊരു കുഷ്യൻ പോലെ